കർത്താവിന് വേണ്ടി സുവിശേഷം ഘോഷിക്കും തോറും, കഷ്ടങ്ങൾ സഹിക്കും തോറും എൻ്റെ സമാധാന സമൃദ്ധി വർദ്ധിക്കുക, ധൈര്യം വർദ്ധിക്കുക, എൻ്റെ പ്രത്യാശ വർദ്ധിക്കുക. കാരണം ഞാനിത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഈ പ്രത്യാശ, ഈ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ദൈവം ഇവിടുന്ന് എന്നിൽ നിറയ്ക്കുക. ടാങ്കിൽ നിന്ന് വെള്ളം ബക്കറ്റിന് എടുക്കുമ്പോൾ എന്താണ്, ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പം ഒരു ടാപ്പിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. അപ്പോൾ ആ ടാപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഒരു അളവുണ്ട്, തീരെ ചെറിയ ഹോളതിൻ്റെ. പക്ഷേ ഈ ടാങ്കിലോട്ട് വീഴുന്ന പൈപ്പോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ദൈവം ടാങ്ക് നിറയ്ക്കുകയും, ഈ ടാങ്കല്ല, ദൈവം നമുക്ക് തരികയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. പല ടാപ്പിൽ കൂടെ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ദൈവം ഒരു ടാപ്പിൽ കൂടി കൂടെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിത് കൊടുക്കുന്നില്ല, പിന്നെ അത് നിർത്തത്തില്ലേ? എന്ന് മാത്രമല്ല, ഞാനിത് ഉപയോഗിക്കുന്നില്ല, പിന്നെ മോട്ടർ അടി അങ്ങ് നിർത്തുകയില്ല നമ്മൾ. കാരണം ഇത് നിറഞ്ഞു കിടക്കുക. പക്ഷെ നമ്മളിത് കൊടുക്കും തോറും ഇത് കാലിയാകുന്നില്ല, നിറച്ചുകൊണ്ടിരിക്കും. ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം. കാരണം കൊടുക്കും തോറും ദൈവം നമുക്ക് വേണ്ടി ഇത് നൽകി തന്നുകൊണ്ടിരിക്കും. അത് നിർത്തി കഴിഞ്ഞാലേ നീ ഉള്ളത് കൊണ്ടിരിക്കത്തേ ഉള്ളൂ, പുതുതായിട്ടൊന്നും നിനക്ക് കിട്ടത്തില്ല.